ഇന്ന് ദൈവസഭയോട് പങ്കുവയ്ക്കുവാനുള്ള ദൂത് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ തന്നെ പരിശോധിക്കുക എന്നതാണ്. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ തന്നെ പരിശോധിക്കുക. ഡോക്ടർ എന്നോട് ആവശ്യപ്പെട്ടു ഒന്ന് ചവിട്ടി നിന്ന് നോക്കാൻ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലെന്ന്. അത് കഴിഞ്ഞ് ഫിസിയോതെറാപ്പിസ്റ്റ് FT എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അവർ നമ്മുടെ കളമ്പൂരെ വിക്ടറിൻ്റെയൊക്കെ ഒരു അകന്ന ബന്ധുവും അയൽവാസിയുമാണ് സോണിയ. ആ സഹോദരി എന്നോട് പറഞ്ഞു, ഞാൻ കാലിലൊന്ന് തള്ളിപ്പിടിക്കുമ്പം മുമ്പോട്ട് ഇങ്ങനെ ഒന്ന് പൊക്കാവോ എന്ന് ചോദിച്ചു. അവർ തള്ളിപ്പിടിച്ച് പൊക്കിയപ്പോൾ എനിക്ക് വേദന കഠിനമായി. അപ്പം നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എത്രമാത്രം ബലമുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. ഇന്ന് വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ വാസ്തവത്തിൽ വിശ്വാസികൾ എന്ന പേരേ ഉള്ളൂ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. മതി. കൊരിന്തിലുള്ള ദൈവമക്കളോട് അപ്പോസ്തലൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങളെ തന്നെ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കണം. ഒരു പ്രായം കഴിഞ്ഞവരൊക്കെ മാസത്തിലൊന്ന് ഷുഗർ പരിശോധിക്കുന്നുണ്ട്, പ്രഷർ പരിശോധിക്കുന്നുണ്ട്, കൊളസ്ട്രോള് പരിശോധിക്കുന്നുണ്ട്. വിശ്വാസം പരിശോധിക്കുന്നുണ്ടോ? സ്തോത്രം. 3 വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരാം. 1-ാമത്തെ ആള് പൗലോസ്, 2-ാമത്തെ ആള് ഇയ്യോബ്, 3-ാമത്തെ ആള് ദാനിയേൽ. പിന്നെ ഒരു സഹോദരിമാരുടെ പ്രതിനിധിയെ വേണമെങ്കിൽ 4-ാമത് രൂത്ത്. 1-ാമത്തെ ആളെ നമുക്ക് നോക്കാം. തിമോത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം. തിമോത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. അതാണ് വാക്യം. ആ വായിച്ച ആൾക്ക് മൈക്കൊന്ന് കൊടുക്കാവോ? താങ്ക് യു ജീസസ്. അതു നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം മാത്രമേ നമുക്കുള്ളൂ ഈ വിശ്വാസത്തിൽ നിൽക്കാൻ. ഇനിയൊരു 100 കൊല്ലം കൂടെ ഭൂമി ജീവിക്കണമെങ്കിലും വേറൊരു പുസ്തകം ഇല്ല, വേറൊരു മാർഗമില്ല. തിരുവചനം മാത്രമേ ഉള്ളൂ. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 10 പുസ്തകമെങ്കിലും പഠിക്കാനുണ്ട്. എന്നാൽ സ്വർഗത്തിൽ പോകുന്ന എനിക്കും നിങ്ങൾക്കും ഒറ്റ ബുക്കേ ഉള്ളൂ.
പക്ഷെ അത് ഒരു പ്രാവശ്യം പോലും വായിക്കാത്തവർ ധാരാളമുണ്ട്. വായിച്ചിട്ടും ശ്രദ്ധിക്കാത്ത ഒത്തിരി പേരുണ്ട്. പൗലോസ് എന്താ പറഞ്ഞതെന്ന് നോക്കി, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കും. എന്തൊക്കെയാ സഹിക്കുന്നതെന്ന് ഓർമ്മയുണ്ടല്ലോ. 2 കൊരിന്ത്യർ 13-ാം അധ്യായം അല്ല 11-ാം അധ്യായം 23 മുതൽ വായിച്ച് എന്തൊക്കെയാ സഹിക്കുന്നതെന്ന്. മൈക്കൊന്ന് കൊടുക്കണേ പ്ലീസ്. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്ന് കുറയ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം നമുക്ക് ഇനി വായന അവസാനിപ്പിക്കാം. അവിടുത്തേത് അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. ഈ മനുഷ്യൻ എന്തൊക്കെ സഹിച്ചു എന്ന് അറിയാൻ ആഗ്രഹമുള്ളവർ വീട്ടിൽ പോയി വായിക്കുക. വായിച്ചോ ഇല്ലയോ എന്ന് അടുത്ത ആഴ്ച ചോദിക്കാനൊന്നും ഓർത്തു എന്ന് വരില്ല. അവരവർ പരിശോധിക്കുക. എന്തുകൊണ്ട് സഹിച്ചു? ഉത്തരം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. ഒന്നുകൂടെ നമുക്ക് നമ്മോട് ചോദിക്കാം, നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നത്? നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്? നമ്മൾ വിശ്വസിക്കുന്നത് ഒരു വ്യക്തിയെയാണ്, ഒരു കഥയല്ല, ഒരു ചരിത്രമല്ല, ഒരു വ്യക്തിയെയാണ്. ആ വ്യക്തിയെ നിങ്ങൾക്ക് നല്ല വിശ്വാസമാണോ? എനിക്ക് ഒത്തിരി ഫോൺ നമ്പർ എൻ്റെ ഫോണിലുണ്ട്. 6300 നമ്പറുണ്ട്. ഇപ്പോൾ ഫോണ് കിടന്ന് നിലവിളിക്കുക, സ്ഥലമില്ലെന്നും പറഞ്ഞ്. പിന്നെ ഈ പിള്ളേരെ കൊണ്ട് കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി ഇടിപ്പിക്കുകയാണ്. അതിനകത്ത് ഏത് സമയത്ത്, അർദ്ധരാത്രിക്കായാലും പ്രഭാതത്തിലായാലും ഒരാവശ്യം വന്ന് വിളിച്ചാൽ എടുക്കുന്ന 1-2 പേരേ ഉള്ളൂ, അല്ലെ 10 താഴെ ആളേ ഉള്ളൂ. വേറെ ചിലരെ എനിക്കറിയാം, അവരെ എപ്പോൾ വിളിച്ചാലും എടുക്കത്തില്ല. പിന്നെ കുറേ സമയം കഴിയുമ്പോൾ അവർ തിരിച്ച് ചോദിക്കും എന്തിനാ വിളിച്ചതെന്ന്. ഞാനും അതിൽപ്പെട്ട ആളാകട്ടോ, ഞാൻ ഫോൺ എടുക്കുകയില്ലാത്തൊരു മടിയനാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ചിലരെ പറ്റി ചില വിശ്വാസമുണ്ട്. അയാളൊരു കാര്യം പറഞ്ഞാൽ അത് മാറത്തില്ല, അയാളൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതാണ്. ഇങ്ങനെ കർത്താവിനെ വിശ്വാസം ഉള്ള ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഒത്തിരി മഞ്ഞുള്ള ഐസ് വീഴുന്ന രാത്രിയിൽ ന്യൂയോർക്കിലെ ഒരു പാർക്കിൽ ഒരു പെൺകുട്ടി കമ്പിളിയിട്ട് വലിയ ഷൂസ് മുട്ടുവരെയുള്ളത് കയറ്റിയിട്ട് കൊട പിടിച്ച് നിൽക്കുക. അതുവഴി വന്നവരൊക്കെ ചോദിച്ചു, നീ ഒറ്റയ്ക്ക് എന്താ നിൽക്കുന്നേ? എൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും വളരെ വൈകി. പിന്നെയും അവളുടെ ആൾക്കാർ അവളോട് ചോദിച്ചു, നീ എന്തേ പിന്നെയും നിൽക്കുന്നില്ല? അവൻ പറഞ്ഞാൽ വരും.
ഒടുവിൽ അവനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഭയങ്കര മഞ്ഞല്ലേ. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അവൻ ആ മഞ്ഞ് പേടിച്ച് വീട്ടിലിരിക്കുമ്പോൾ അവൾ 3 മണിക്കൂറായി ആ മഞ്ഞത്ത് നിൽക്കുകയാണ്. ഇന്ന് രാവിലെ സഭായോഗത്തിനിരിക്കുന്ന ദൈവമക്കളെ, ഈ പ്രയാസങ്ങളൊക്കെ ഉള്ള ലോകത്തിൽ നാം ഒരാളെ കാത്തു നിൽക്കുകയാണ്. ഹല്ലേലൂയ. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നു, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നു, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കണ്ടാൽ മതി വരാ സുന്ദര രൂപനെ, കണ്ടാൽ മതി വരാ സുന്ദര രൂപനെ, കൂടി കാൺമാൻ വാഞ്ചേറുന്നേ, കൂടി കാൺമാൻ വാഞ്ചേറുന്നേ. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലോ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈ ആലയത്തിലിരിക്കുന്ന ഓരോരുത്തരോടും കർത്താവിന്, പരിശുദ്ധാത്മാവിന് ഇന്ന് രാവിലെ ചോദിക്കാനുള്ള ചോദ്യം, നിന്റെ വിശ്വാസത്തെ പറ്റി നിനക്ക് എന്ത് തോന്നുന്നു? ആമേൻ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ആളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു, ഇയ്യോബ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യം മതി, ബാക്കി പിന്നെ വായിച്ചാൽ മതി. മതി. ആരെങ്കിലും മൈക്കിലൂടെ വായിക്കാമോ? അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റു, വസ്ത്രം കീറി തല ചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നമസ്കരിച്ചു എന്നുള്ളത് ഞാൻ ഇംഗ്ലീഷിൽ നോക്കിയപ്പോൾ ആരാധിച്ചു എന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴാന്ന് സമയം കിട്ടുകയാണെങ്കിൽ വീട്ടിൽ പോയി വായിക്കണം. പൊതുവിൽ അത് വായിക്കാൻ സമയവുമില്ല, ഭയങ്കര വേദന ഉണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഒരു മനുഷ്യന് ജീവിതത്തിൽ വരാവുന്നതിൻ്റെ എല്ലാ സങ്കടങ്ങളും വന്നു. കരയാൻ കണ്ണുനീര് പോലും ഇല്ലാത്ത അവസ്ഥയായി. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റു, മുട്ടുകുത്തി കവന്ന് വീണ്, എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, എൻ നാഥൻ വല്ലഭൻ എന്നാളുമേ, എന്നെ സ്നേഹിച്ചവൻ എന്നെ രക്ഷിപ്പാൻ തൻ ജീവൻ തന്നവൻ എൻ രക്ഷകൻ. ഹല്ലേലൂയ. ആ നല്ല ദേശത്തിൽ നിത്യമാ പ്രകാശത്തിൽ, ആ നല്ല ദേശത്തിൽ നിത്യമാ പ്രകാശത്തിൽ അംശിയായിട്ടെന്നെ ചേർത്തതാ കീർത്തിക്കും വത്യാഗത്തെ വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ, കീർത്തിക്കും ഞാനാ വത്യാഗത്തെ.
എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, എൻ നാഥൻ വല്ലഭൻ എന്നാളുമേ, എന്നെ സ്നേഹിച്ചവൻ എന്നെ രക്ഷിപ്പാൻ തൻ ജീവൻ തന്നവൻ എൻ രക്ഷകൻ. യോബ് ആ സമയത്ത് ആരാധിച്ചു. അങ്ങനെയാണെങ്കിൽ ആരാധിക്കാൻ മേലാത്ത ആരാ ഇവിടെയുള്ളത്? ദൈവസന്നിധിയിൽ വീണ് കിടന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയാത്ത ആരാ ഇന്ന് ഇവിടെയുള്ളത്? ആരാധനയ്ക്ക് എന്തെല്ലാം പ്രകടനങ്ങൾ വേണമെന്ന് അവരോട് തീരുമാനിച്ചോണം. ആ പുള്ളിക്കാരന് എഴുന്നേക്കാൻ തോന്നി, നിങ്ങൾക്ക് എഴുന്നേക്കാൻ തോന്നുവാണ് എഴുന്നേറ്റോണം. തുള്ളിച്ചാടാൻ തോന്നുവാണ് തുള്ളിച്ചാടണം. മുട്ടുകുത്താൻ തോന്നുവാണ് മുട്ടുകുത്തണം. കൈയടിക്കാൻ തോന്നുവാണ് കൈയടിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും അടിച്ച് ശക്തിയോടെ ചില നിമിഷങ്ങൾ ദൈവത്തെ ആരാധിക്കാം. ഒരു കുട്ടിയോട് ചോദിച്ചു, നീ എന്താ ആരാധനയിൽ വെറുതെ ഇരിക്കുന്നേ? മറുപടി കേൾക്കണോ? ഞാൻ OET 3 പ്രാവശ്യം എഴുതി കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. വേറൊരാൾ പറഞ്ഞു കേൾക്കണോ? 8 കൊല്ലമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഈ ഒരു വിശ്വാസത്തിലേക്ക് ഇന്ന് രാവിലെ നിന്നെ ദൈവം കൈപിടിച്ച് ഉയർത്തുകയാണ്. ഞാൻ ആരാധിക്കും. ഒന്നും കിട്ടിയില്ലെങ്കിലും ആരാധിക്കും, ഒന്നും കണ്ടില്ലെങ്കിലും ആരാധിക്കും. ഗ്ലോറി, 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 ഗ്ലോറി. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. എല്ലാ ഭയങ്ങളും മാറിപ്പോട്ടെ, എല്ലാ സംശയങ്ങളും മാറിപ്പോട്ടെ, എല്ലാ നിരാശകളും മാറിപ്പോട്ടെ. നിങ്ങൾ ഈ സഭായോഗത്തിൽ ഇയ്യോബിനോട് ചോദിക്ക്, നിനക്കെങ്ങനെ സ്തുതിക്കാൻ പറ്റി? നിനക്കെങ്ങനെ പാടാൻ പറ്റി? നിനക്കെങ്ങനെ ആരാധിക്കാൻ പറ്റി? എന്നോടൊന്ന് പറഞ്ഞു തരാമോ? അവൻ ഒരൊറ്റ വാക്ക് പറയും, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. Glory to God. ആരാധിക്കാൻ തടസ്സമുള്ളവരൊക്കെ ഒന്ന് പരിശോധിച്ചേ. സ്തുതിക്കാൻ കഴിയാതിരിക്കുന്നവരൊക്കെ ഒന്ന് പരിശോധിച്ചേ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും കേട്ടോ, വരും. അന്ന് നീ ലജ്ജിക്കാൻ ഇടവരരുത്. ദൈവത്തെ സ്തുതിക്കുന്നത് കുറഞ്ഞു പോയെങ്കിൽ അനുദമിക്കുക. നിന്റെ തലമുറ ആദരിക്കപ്പെടും. അവൻ ആർക്കും കടക്കാരനല്ല. ഇയ്യോബിന്റെ വിശ്വാസം ഇല്ലെങ്കിലും, പൗലോസിന്റെ വിശ്വാസം ഇല്ലെങ്കിലും, നിനക്കുള്ളത് വെച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചേ, നിനക്കുള്ളത് വെച്ചൊന്ന് ആരാധിച്ചേ.
ഉയരട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. എനിക്ക് ആരാധിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. ഹല്ലേലൂയ. ഇന്ന് ദൈവം ഒരു വിടുതൽ തരാൻ ആഗ്രഹിക്കുന്നു. നിന്റെ എല്ലാ പ്രശ്നത്തിനും മറുപടിയല്ല, നിനക്ക് ആരാധിക്കാൻ കഴിയാതെ വരുന്ന ആ സാഹചര്യത്തിന്റെ മേൽ ഇന്ന് പകലിൽ കർത്താവ് ഒരു ജയം തരികയാണ്. യേശുവിന്റെ നാമത്തിലെ ജയം, യേശുവിന്റെ നാമത്തിലെ ജയം ഇതിന്റെ ജനത്തിന്റെ മേൽ ഇറങ്ങട്ടെ. Thank you, Jesus. സമയമുണ്ടെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ ഇയ്യോബ് ഈ പ്രയാസങ്ങളിലൂടെ എത്ര വർഷം കടന്നുപോയി എന്ന് മനസ്സിലാക്കി കൃത്യമായി ഏകദേശമെങ്കിലും ഒരു കണക്ക് ഈ ഒരു കൊല്ലത്തിനുള്ളിൽ അവതരിപ്പിക്കാമെങ്കിൽ ന്യൂ ഇയർ മീറ്റിങ്ങിന് ഒരു നല്ല സമ്മാനം തരാം. ഇയ്യോബ് എത്ര കൊല്ലം കഷ്ടപ്പെട്ടു. ജോജോ പാഷക്ക് ഞാൻ നേരത്തെ ആ ഹോംവർക്ക് കൊടുത്തിരിക്കുകയാണ്. വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചു, ഒന്ന് കണ്ടുപിടിക്കാവോ. ഞാനും ഗ്രേസിയും കൂടെ രാത്രിയിലിരുന്ന് വായിച്ചോണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം 7 അധ്യായം വായിച്ചു. എത്ര വർഷം പുള്ളി ഇങ്ങനെ കഷ്ടപ്പെട്ടു. സോറിയാസിസ് വന്നു, പിന്നെ വസ്തുക്കൾ നശിച്ചു, പിള്ളേര് മരിച്ചു. ആ പുസ്തകം തീരുമ്പം പിള്ളേരെല്ലാം ജനിച്ചു അല്ലേ, എല്ലാം തിരിച്ചു വന്നു. ഇരട്ടിയോ, എത്ര ഇരട്ടിയാ? ഞാനിപ്പോൾ ഓർക്കുന്നില്ല, വന്നു. പക്ഷെ ഈ ഗ്യാപ്പ് ഒന്ന് കണ്ടുപിടിക്കാവോ? നന്നായിട്ട് ബൈബിൾ പഠിക്കുന്നവർ ഇവിടെ ഉണ്ട്. ഒന്ന് സമയം നോക്കിയിട്ട് പറയണം. 5 കൊല്ലാണോ, 10 കൊല്ലാണോ, 20 കൊല്ലാണോ, 30 കൊല്ലാണോ, 50 കൊല്ലാണോ? 140 വർഷം പുള്ളി ജീവിച്ചു. കഷ്ടത എത്ര വർഷം? കഷ്ടതയ്ക്ക് പര്യായമായിട്ട് എടുക്കുന്ന നമ്മൾ ഇവരെയൊക്കെയാണല്ലോ. ജോസഫിന്റെ കഷ്ടവും ചുരുങ്ങിയ കാലഘട്ടമായിരുന്നു, പക്ഷെ തന്റെ സന്തോഷം ദീർഘമായി. അപ്പോ അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി വിടും. 3-ാമത്തെ ആളിലേക്ക് പോകാം. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 16 മുതൽ വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 16 മുതൽ. മൈക്കുണ്ടോ ആർക്കെങ്കിലും? ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് അറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. ഒന്നുകൂടെ വായിപ്പിക്കുകയാണ്, എന്നിട്ടൊരു ചോദ്യം ചോദിക്കും. നിങ്ങൾക്കതിൽ ഏത് ഭാഗമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഒന്നുകൂടെ വായിച്ചു. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കയില്ല. നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടപ്പെട്ട ഭാഗം? വിടുവിച്ചാലും വിടുവിച്ചില്ല, വിടുവിച്ചാലും ഇല്ലെങ്കിലും അത് ഇഷ്ടപ്പെട്ടു.
എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നറിയോ? ഇതിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല എന്നുള്ള വാക്കാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി വർഷമായി ഞാനത് പിന്നെയും നോക്കും. ഇതിനൊന്നും ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഈ എന്നാ പറയുക, സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറയല്ലേ, ഇപ്പോഴത്തെ ഒരു ഭാഷയാണ്. ഒരു ഡോക്ടറെ കണ്ടാൽ നമ്മൾ അതിൻ്റെ വിവരങ്ങളൊക്കെ വീട്ടിലുള്ളവരോട് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ബന്ധപ്പെട്ടവരൊക്കെ വിളിച്ച് പറയുന്നത് എന്നാണെന്നറിയോ? ഒരു സെക്കൻഡ് ഒപ്പീനിയനും കൂടെ എടുത്തിട്ടേ സർജറി ചെയ്യാവുള്ളൂ. അവിടെ ചെല്ലുമ്പം പറയും എന്നാൽ പിന്നെ ഒരെണ്ണം കൂടി എടുക്ക്. ഇങ്ങനെ നടക്കുകയാണല്ലോ. ഇതേപോലെ ഒരു ചിന്തയാണ് ഇവിടെ വരുന്നത്. ഇതിനൊരു സെക്കൻഡ് ഒപ്പീനിയൻ്റെ കാര്യമില്ല. ഈ രാജാവ് പറയുക ഒരു ചാൻസ് കൂടെ തരാം, നിൻ്റെ വിശ്വാസം സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റം വരുത്താൻ പ്ലാനുണ്ടോ? പുല്ലുപോലെ തള്ളിക്കളഞ്ഞു. ഇതിലൊന്നും ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. ദൈവം വിടുവിക്കുകയോ വിടുവിക്കാതിരിക്കുക അതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ഒന്നും ഞങ്ങളുടെ ഇഷ്ടമല്ല. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തൊരു തീരുമാനമുണ്ട്. ആരാധിക്കുന്നെങ്കിൽ യഹോവയെ മാത്രമേ ആരാധിക്കത്തുള്ളൂ. ഇതാണ് മൂന്നാമത്തെ ആള്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അത്രയും കഠിനമായ സാഹചര്യങ്ങളിലൂടെയൊന്നും നമ്മൾ പോയിട്ടില്ല, പോകാനിട വരാതിരിക്കട്ടെ. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട്, സാഹചര്യങ്ങളുടെ കടുപ്പം ദൈവം അറിയുന്നുണ്ടല്ലോ. അപ്പോൾ സാഹചര്യങ്ങൾ കഠിനമായാൽ കൃപ കൂട്ടിത്തരും. ശരിയല്ലേ? സാഹചര്യങ്ങളുടെ കാഠിന്യം കൂടുന്നത് ദൈവം അറിയും. നിനക്ക് അത്രയും താങ്ങാൻ കഴിവില്ലെന്നറിഞ്ഞാൽ നിനക്ക് കൃപ കൂട്ടിത്തരും. ചേർന്ന കർത്താവിനെ സ്തുതിക്കുക. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പൗലോസിനെ കണ്ടു, ഇയ്യോബിനെ കണ്ടു, ദാനിയേലിനെ കണ്ടു. നാലാമത് സഹോദരിമാരുടെ ഒരു പ്രതിനിധി. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. വായിച്ചോ. ആ ആമേൻ, ആമേൻ. വചനം നന്നായി ഗ്രഹിച്ചല്ലോ. നാലാമത്തെ ആൾ പറഞ്ഞത് ഇവരെക്കാളെല്ലാം പവർഫുള്ളാണ്. എന്നാന്നറിയാവോ? ഇവർക്ക് ദൈവത്തെ അനുഭവമുണ്ട്. ഉണ്ടോ? പൗലോസിന് 40 കൊല്ലത്തെ പരിചയത്തിന് ശേഷമാണ് പറയുന്നത്. ഇയ്യോബും 70 കൊല്ലത്തെ പരിചയത്തിന് ശേഷമാണ് പറയുന്നത്. ദാനിയേല് ഒരു 30 കൊല്ലത്തെ പരിചയത്തിന് ശേഷമാണ് പറയുന്നത്. രൂത്തോ സൺഡേ സ്കൂളിൽ പോലും പഠിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. PVPക്ക് പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. ചർച്ചിൽ പോയിട്ടുണ്ടോ? വേദപുസ്തകം കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തേ ഉള്ളൂ? ഒരു വിശ്വാസിയായ അമ്മായിയമ്മയെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഒരു വിശ്വാസിയായ അമ്മയെ കണ്ടിട്ടുണ്ട്. ചോദിക്കട്ടെ, ഇവിടെ അമ്മമാരാണല്ലോ കൂടുതൽ വന്നിരിക്കുന്നത്. നമ്മുടെ മക്കളും മരുമക്കളും ഒക്കെ നാളെ പറയണം, എനിക്ക് കൂടുതലൊന്നും അറിയാൻ മേല, പക്ഷെ എൻ്റെ അമ്മയുടെ ദൈവമാണ്. അത് സാധിക്കാതെ വന്നാൽ നമ്മൾ മഹാപരാജയം. സീറോ. താങ്ക് യു ജീസസ്. അങ്ങനെയാണെങ്കിൽ ഈ 3 പേരേക്കാൾ അവാർഡ് കൊടുക്കേണ്ടത് രൂത്തിനാണ്. കർത്താവ് തോമസിനെ നോക്കി പറഞ്ഞു, നീ കണ്ടപ്പോൾ വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം. 2 കൊല്ലമായവർ, 5 കൊല്ലമായവർ, 10 കൊല്ലമായവർ, 50 കൊല്ലമായവർ, 60 കൊല്ലമായവർ പരിശോധിക്കണം. എങ്ങനെയുണ്ട്?
4 പേരെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഒന്നാമത്തെ ആള് പൗലോസ്. എത്രയോ സമ്പത്തുള്ള വീട്ടിൽ നിന്നാണ് ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ചത്. പക്ഷേ അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഞാനിങ്ങനെ ചുമ്മാ ഒരു ഒരു ബോർഡ് കണ്ടതുകൊണ്ട് പോയതല്ല, പാട്ട് കേട്ടതുകൊണ്ട് പോയതല്ല, അല്ലെങ്കിൽ പോയപ്പോൾ അങ്ങനെയായിരിക്കും. പക്ഷേ ഇപ്പം എനിക്ക് അതൊന്നും അല്ല. എൻ്റെ അകത്തൊരു കാര്യം അറിയാം. ഞാൻ വിശ്വസിക്കുന്നത് ഒരു കെട്ടുകഥയല്ല, ഞാൻ വിശ്വസിക്കുന്നത് ജീവനുള്ളവനെയാണ്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനെയാണ്. സ്തോത്രം. രണ്ടാമത് നമ്മൾ ഇയ്യോബിനെ കണ്ടു. അതിനപ്പുറം ഒരാൾ ഭൂമി കാണിക്കാനില്ല. ഒരിക്കൽ പോലും ആരാധിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവൻ ഏറ്റവും നന്നായിട്ട് ആരാധിച്ചത്. അവൻ വീണ് കിടന്ന് ദൈവത്തെ സ്തുതിച്ചു. അടുത്ത വാചകത്തിൽ എഴുതിയിരിക്കുന്ന, ദൈവത്തിൻ്റെ മേൽ ഒരു കുറ്റവും ആരോപിച്ചില്ല. ദൈവത്തിന് അബദ്ധം പറ്റിയെന്ന് അവൻ്റെ മനസ്സിൽ പോലും തോന്നിയിട്ടില്ല. എനിക്കത് വായിച്ചിട്ട് എത്രയോ കാലമായി നമ്മൾ ബൈബിൾ വായിക്കുന്നു, പക്ഷെ ഞാൻ അവിടെ അങ്ങ് നിന്നു. എന്തൊരു വിശ്വാസമാണിത്! സ്തോത്രം, 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 സ്തോത്രം. സംഭവങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ, എനിക്ക് എൻ്റെ ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ദാനിയേലിനെ നമ്മൾ കണ്ടു, രൂത്തിനെ നമ്മൾ കണ്ടു. ഒരു നിമിഷം ധ്യാനിക്കാം.